പുളിമാവ് വെട്ടി. കവി പരിചയം, ആശയം, വിശകലനം. കവി പരിചയം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മലയാള കവിതയിൽ കാൽപ്പനികതയിൽ നിന്നുള്ള വഴിപിരിയലിനു തുടക്കം കുറിച്ച കവിയും നാടകകൃത്തുമാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. 1906 മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള കുറ്റിപ്പുറത്ത് ജനിച്ചു. 19 പുസ്തകങ്ങളും 10 സമാഹാരങ്ങളിലായി 300-ലധികം കവിതകളും 6 നാടക പുസ്തകങ്ങളും ലേഖനങ്ങളുടെ ഒരു ശേഖരവും ഇടശ്ശേരിയുടെ കൃതികളിൽ ഉൾപ്പെടുന്നു. പൂതപ്പാട്ട്, പണിമുടക്കൻ, കല്യാണപ്പുടവ, കറുത്ത ചെട്ടിച്ചികൾ, കാവിലെ പാട്ട് തുടങ്ങിയ കവിതകളിലെ ആഖ്യാനശൈലി ശക്തമായ മാനവികതയെ പ്രതിഫലിപ്പിക്കുന്നവയാണ്. അളകാവലി, പുത്തൻ കലവും അരിവാളും, കുറ്റിപ്പുറം പാലം, വായാടി, ഇടശ്ശേരിയുടെ തിരഞ്ഞെടുത്ത കവിതകൾ, ഒരു പിടി നെല്ലിക്ക, അന്തിത്തിരി, അമ്പാടിയിലേക്ക് വീണ്ടും തുടങ്ങിയവ കവിതകളും, നൂലുമാല, കൂട്ടുകൃഷി, കളിയും ചിരിയും തുടങ്ങിയവ നാടകങ്ങളുമാണ്. ആശയം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഇടശ്ശേരി കവിതകൾ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് പുളിമാവ് വെട്ടി എന്നത്. ആവാസ വ്യവസ്ഥയുടെ ഭാഗമായ മരം ജീവന്റെയും നിലനിൽപ്പിന്റെയും സൂചകമായി തീരുന്നത് എങ്ങനെ എന്ന് ലളിതമായി ആവിഷ്കരിക്കുന്ന കവിതയാണ് ഇത്. യജമാനൻ തൻ്റെ കുടിയാനോട് ആജ്ഞാപിക്കുന്ന രീതിയിലാണ് കവിത വിവരിച്ചിരിക്കുന്നത്. പുറംപറമ്പിലെ പുളിമാവ് അടുത്തുള്ള കുട്ടികൾക്ക് കളിസ്ഥലമായിട്ടുണ്ട്. അത് വെട്ടി പലകകൾ ഉണ്ടാക്കാൻ വേണ്ടി ആ മരം വിറ്റു. അതിൻ്റെ അച്ചാരവും വാങ്ങി. ഉടമ അതിനുള്ള കൽപ്പന കൊടുത്തു കഴിഞ്ഞു. ഇത് കേട്ട ഒട്ടുമാവുകൾ തളിരിലയാവുന്ന അവരുടെ നാക്ക് കടിച്ച് നിൽപ്പായി. പച്ച നിറത്തിൽ എടുപ്പോടെ നിൽക്കുന്ന ഒരു പർവ്വത ശൃംഗത്തെ പോലെ ആണ് പുളിമാവിൻ്റെ നിൽപ്പ് കണ്ടാൽ. പാടത്തിൻ്റെ കരയിലാണ് മാവ് നിൽക്കുന്നത്. കുടിയാൻ്റെ കുടിലും ആ മാവിൻ്റെ ചുവട്ടിലായതുകൊണ്ട് കുടിയാൻ്റെ വീടിൻ്റെ അടയാളമാണ് പുളിമാവ്. ഇനി മാവ് പൂത്തു കഴിഞ്ഞാലോ, അത് ദേവന്മാരുടെ ആവാസ സ്ഥലമാണ്. പുലർക്കാലങ്ങളിൽ മാവിൽ നോക്കിയാൽ ദേവതകളുടെ പുഞ്ചിരി കാണാൻ സാധിക്കും. ഉച്ചയ്ക്ക് അവിടെ ഇരുന്നാലോ ദേവതകളുടെ സംസാരം കേൾക്കാം. പിച്ച വെച്ചു നടക്കാൻ തുടങ്ങിയ നാൾ മുതലേ ഈ പുളിമാവിൻ്റെ അർത്ഥമറിഞ്ഞവനാണ് മനുഷ്യൻ്റെ പ്രതീകമാവുന്ന ആഖ്യാതാവ്. എന്നാൽ അതിൻ്റെ ഉടമസ്ഥന് അത് വെട്ടി പലക നിർമ്മിക്കാനാണ് ആഗ്രഹം. ഈ അധികാരത്തിന് മുൻപിൽ മറുത്തു പറയാൻ ആർക്കാവും? നമുക്കതിനുള്ള അവകാശമില്ലല്ലോ. പുളിമാവിൽ താമസിക്കുന്ന പട്ടയം കിട്ടാത്ത പറവകളോട് പച്ചത്തണലും കൊത്തിയെടുത്ത് അകലെ പോകാൻ പറയുകയാണ് കവി. പിറന്ന നാൾ തൊട്ട് ഇന്നോളം തല കുനിക്കാത്ത വൃക്ഷം കൂറ്റൻ മഴുവേറ്റ് വീഴുകയാണ്. ആ വീഴ്ചയിൽ ഭൂതലം മുഴുവൻ കുലുങ്ങുന്നു. കൂറ്റൻ മരം വീഴുമ്പോൾ അമ്മയാവുന്ന ഭൂമിയുടെ ഹൃദയം തീക്കനൽ കോരിയിട്ട പോലെ എരിഞ്ഞു. പക്ഷേ സ്വാർത്ഥനായ മനുഷ്യന് അമ്മയാകുന്ന ഭൂമിയുടെ വേദന അറിയേണ്ട. അവന് പണം മതി. പൂങ്കുലയുമായി ഓടിവരുന്ന കുളിർക്കാറ്റിന് ഇനി തൻ്റെ ഒരുപാട് നാളായി പരിചയമുള്ള ബന്ധുവിനെ കാണാനാവില്ല. പൂത്തിരി കത്തിച്ച് ഞങ്ങളെ നൃത്തം ചെയ്യിക്കാൻ ഇനി ആരുമില്ല. പൂന്തേ നിറച്ച കനികൾ ഞങ്ങളെ ഊട്ടിക്കാനും ഇനി ആരുമില്ല. വിശകലനം. പണക്കൊതിയരായ മനുഷ്യരുടെ പ്രതീകമാണ് ഈ കവിതയിലെ പുളിമാവിൻ്റെ ഉടമസ്ഥൻ. തൻ്റെ പറമ്പിൽ നിൽക്കുന്ന പുളിമാവ് ആരാൻ്റെ, അതായത് മറ്റുള്ളവരുടെ കുട്ടികൾ കളിയിടമാക്കിയത് കണ്ട് ഇഷ്ടപ്പെടാതെ ജന്മി അത് വെട്ടാനേൽപ്പിക്കുകയാണ്. തൻ്റെ കുടിയാൻ്റെ കുടിൽ നിൽക്കുന്നത് അതിൻ്റെ ചുവട്ടിലാണെന്ന് പോലും അയാൾ ചിന്തിക്കുന്നില്ല. എത്രയോ ജീവജാലങ്ങൾക്ക് പാർപ്പിടവും ഭക്ഷണവും തണലും ശുദ്ധവായുവും എല്ലാം നൽകുന്ന മരമായിരുന്നു. ദേവന്മാർക്ക് പോലും പ്രിയപ്പെട്ടതായിരുന്നു. പുലർച്ചയ്ക്ക് ദേവതകളുടെ ചിരിയും ഉച്ചയ്ക്ക് അവരുടെ സംസാരവും അതിൻ്റെ ചുവട്ടിലിരുന്നാൽ കേൾക്കാം. ഇവിടെ പ്രകൃതിക്ക് കാതോർക്കുവാൻ പറയുകയാണ് കവി. അങ്ങനെയുള്ളവർക്കേ പ്രകൃതിയുടെ സംസാരവും സംഗീതവും ദുഃഖവും എല്ലാം കേൾക്കാനാവും. അങ്ങനെയുള്ളവർക്കേ പ്രകൃതിയുടെ സംസാരവും സംഗീതവും ദുഃഖവും എല്ലാം കേൾക്കാനാവും. ഒരുപക്ഷെ നിലാവിൻ്റെ വെളിച്ചത്തിൽ തളിരിലകൾ പ്രകാശിക്കുന്നതാവാം ദേവന്മാരുടെ പുഞ്ചിരിയായും കാറ്റിന് ആ വൻവൃക്ഷത്തിലെ ഇലകൾ ആടുന്ന ശബ്ദമാകാം ദേവതകളുടെ സംസാരമായും തോന്നുന്നത്. മനുഷ്യനും പക്ഷിമൃഗാദികൾക്കും മാത്രമല്ല ദൈവത്തിനു പോലും പ്രിയപ്പെട്ടത് എന്ന് പറയുമ്പോൾ പുളിമാവ് പ്രകൃതിക്കൊരു അവിഭാജ്യ ഘടകമായിരുന്നു എന്ന് മനസ്സിലാക്കാം. കൂറ്റൻ മഴുവേറ്റ ആ മരം നിലംപതിക്കുമ്പോൾ അതൊരു പ്രകമ്പനമായി മാറുന്നു. മാതാവായ ഭൂമിക്കും പരിപാലിച്ചു വളർത്തിയ പ്രകൃതിക്കും മാവിനെ ഒരു തണലാക്കി മാറ്റിയ പക്ഷിമൃഗാദികൾക്കും ഒന്നടങ്കം അതൊരു നടുക്കമായി മാറുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ മാവിൻ്റെ പുരുളറിഞ്ഞ കുടിയാനും വിലപിക്കാനല്ലാതെ അരുതേ എന്ന് പറയാനാവില്ല. പട്ടയമില്ലാത്തതുകൊണ്ട് കിളികൾക്കും ഇത് തങ്ങളുടേതെന്ന് പറയാനാവില്ല. കാരണം അവകാശമില്ലല്ലോ. അധികാരഗർവിൻ്റെ അലിഖിത നിയമങ്ങൾ കൊണ്ട് പ്രകൃതിയെ തൻ്റെ കീഴിലാക്കാൻ ശ്രമിക്കുകയാണ് ഉടമ. പണത്തിനു വേണ്ടി പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്ന മനുഷ്യൻ സ്വന്തം കുഴി തന്നെയാണ് വെട്ടുന്നത് എന്ന് ഓർക്കുന്നില്ല.
ഭൂമിയെ തരംതിരിച്ച് ഇതെൻ്റേതെന്നും നിൻ്റേതെന്നും പറഞ്ഞ് വേലി കെട്ടിത്തിരിക്കുന്ന മനുഷ്യൻ നാളെ താനും ഈ മണ്ണിനടിയിൽ പോകാൻ ഉള്ളതാണെന്ന് ചിന്തിക്കുന്നതേയില്ല. അന്ന് ഞാനോ നിങ്ങളോ അതുവരെ സ്വരുക്കൂട്ടി വെച്ച പണമോ നമ്മൾ കൈയടക്കി വെച്ച ഭൂമിയോ കൊണ്ടുപോകുന്നില്ല. ഈ മരങ്ങളെയും പക്ഷിമൃഗാദികളെയും പോലെ മണ്ണോടടിഞ്ഞ് മാറേണ്ടവരാണ് നമ്മൾ. നമുക്കു ശേഷം നമ്മുടെ മക്കളും പ്രകൃതിയെ തൻ്റെ കൈപ്പിടിയിലൊതുക്കാൻ വരും. 6 അടി മണ്ണിനടിയിൽ മൂടപ്പെടേണ്ട നമ്മൾ ഒന്നുമാത്രം ഓർക്കുന്നില്ല. എന്തിനുമേലും ആധിപത്യമുള്ളവൾ ഭൂമി മാത്രമാണ്. മരണമില്ലാത്തവളാണ് ഭൂമി. ഭൂമിയിലെ വിരുന്നുകാരാണ് നമ്മൾ. പ്രകൃതി നമുക്ക് തന്ന വരദാനങ്ങൾ നശിപ്പിക്കാതെ ഭാവിയിൽ വരാനിരിക്കുന്ന വിരുന്നുകാർക്കായി സൂക്ഷിച്ചു വെച്ച് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.